നമ്മൾ ആദ്യം പൃഥ്വിരാജിൻ്റെ അടുത്ത് ഒരു ഡിസ്കഷന് പോയായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇത് മമ്മൂക്കയിലോട്ട് എത്തേണ്ട ഒരു സാധനം ആണെന്നൊരു അഭിപ്രായം പുള്ളിയും കൂടെ പങ്കുവെച്ചു. അങ്ങനെയാണ് നമ്മൾ ആൻഡ്രോ ചേട്ടൻ ത്രൂ ആണ് അങ്ങനെ മമ്മൂക്കയിലോട്ട് എത്തുന്നതും ഇതൊന്ന് പിച്ച് ചെയ്ത് നോക്കുന്നതും. ഇത് ഈ പടത്തെ പറ്റി പറയുവാണെങ്കിൽ പിന്നെ ശരിക്കും നടന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇടുന്ന സമയത്ത് പ്രചോദനമായിട്ടുണ്ട്. ഇനി ഇതൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ ഡോക്യുമെൻറ്റേഷൻ അല്ല, ഇത് ബേസിക്കലി ഇറ്റ്സ് എ ഫിക്ഷൻ. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിന് ഒരു ഹിസ്റ്ററിയും ഉണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയുടെ പുറത്ത് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് ഇവർ ചെയ്ത പടങ്ങളുടെ ഇതിൽ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുണ്ട്. ബട്ട് അഡീഷണലി ലോജിസ്റ്റിക് വൈസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സണലി അങ്ങനെ മമ്മൂക്ക ഇവിടെ നിൽക്കുന്നു, അതിന് അപ്പുറത്തൊരാൾ എന്ന രീതിയിൽ ചിന്തിച്ചിട്ടില്ല. മമ്മൂക്ക ഒരു കഥാപാത്രം ചെയ്യുന്നു, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം വിനായകൻ ചേട്ടൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ സമീപിച്ചത്. അപ്പം നമ്മൾ മുൻപേ വേറെയും ചില നടന്മാരായിരുന്നു ഈ പറഞ്ഞ മറ്റേ റോൾ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലുണ്ടായിരുന്നതും. അപ്പോൾ ഒരു ദിവസം ആണ് ആൻഡ്രോ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ മമ്മൂക്ക പറഞ്ഞു എന്ന് പറഞ്ഞു, വിനായകൻ ചേട്ടനാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള തരത്തിലുള്ള കഥാപാത്രമല്ല, കുറച്ച് ഒരു ഡിഫറൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ടെക്സ്ചർ വരുമെന്ന് നമുക്കും ഇങ്ങനെ തോന്നിയായിരുന്നു. ഇതുവരെ കാണാത്ത മമ്മൂക്കയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരുപാട് എഴുത്തുകളോ കുറച്ച് കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ചരിത്രവും യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ പെർഫോമൻസുകൾ അദ്ദേഹം തുടരെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലൂടെയാണ് ഇപ്പം കടന്നു പോകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇതിനകത്തും വരുമെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഹായ്, കളങ്കാവൽ എന്ന സിനിമയുടെ സംവിധായകൻ ജിതിൻ കെ ജോസാണ് കൂടെയുള്ളത്. വെൽക്കം. താങ്ക് യു. കളങ്കാവൽ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ആദ്യമായി സംവിധാനം ചെയ്യാണ്, കുറുപ്പിൻ്റെ റൈറ്ററാണ്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക നായകനാവുന്ന സിനിമ, അത് മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പലരുടെ സ്വപ്ന. ഒരു സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നമാണല്ലോ. എങ്ങനെയാണ് ഇതിലേക്ക് നടന്നെടുത്തത് ശരിക്കും? അതിപ്പോൾ നമുക്കിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മലയാളത്തിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും മമ്മൂക്കയുടെ ഒരു സിനിമയിലൂടെ ഒരു എൻട്രി കിട്ടുക എന്നുള്ളത്. അത് അദ്ദേഹം ഒരുപാട് പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുകയും അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും വളരെ നല്ല രീതിയിൽ ഔട്ട് ഡെലിവറി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതൊരു സ്വപ്നമായിട്ട് ഒരു സമയത്തുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് റിയലിസ്റ്റിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതുപോലെ ഒരു സബ്ജക്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഒരെണ്ണം ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു സബ്ജക്റ്റ് ആർക്കാണോ സ്യൂട്ടാവുന്നത് അങ്ങനെ നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ. അതാണല്ലോ അതിൻ്റെ ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു പ്രൊസീജിയർ. പക്ഷേ ഞാനും ഇതിൻ്റെ കോറൈറ്ററുണ്ട് ജിഷ്ണു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു സബ്ജക്റ്റ് ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇരുന്നൊന്നുമില്ല. പല രീതിയിലും ഇങ്ങനെ സംസാരിച്ച് പല ദിവസങ്ങളിൽ ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചാണ് ഈ ഒരു സബ്ജക്റ്റിലോട്ട് ലാൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് എഴുതി വന്ന ഒരു പോക്കിൽ ഇത് മമ്മൂക്കയും കൂടെ ഇതിനകത്തുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു ചിന്ത വന്നിരുന്നു. പക്ഷേ അത് നമ്മളെ കൊണ്ട് അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നൊരു സംശയമുണ്ട്. ഞാനങ്ങനെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂക്കയുടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത ഒരു പരിചയവും ഉണ്ട്. മാമാങ്കം എന്നുള്ള സിനിമയിൽ സജീവ് പിള്ളയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് എഴുത്ത് പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് തോന്നി സബ്ജക്റ്റിൽ എഴുതിയ കണ്ടൻറ്റിൽ. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ നമ്മൾ E4 സാരി ചേട്ടൻ അങ്ങനെ പലരുമായിട്ടും കണക്റ്റഡ്. അങ്ങനെ നമ്മുടെ ഈ മാമാങ്കത്തിൽ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്ന വിവേക് രാമദേവൻ എന്നൊരു പുള്ളിക്കാരനുണ്ട്. അപ്പം ഇങ്ങനെ ഇവർ വഴിയാണ് ഇത് പിച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം ശരിക്കും ഇവർ ആദ്യം എല്ലാവരും കൂടെ ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് റീഡിങ്ങും പരിപാടിയൊക്കെ നടത്തിയപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം തോന്നിയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആദ്യം പൃഥ്വിരാജിൻ്റെ അടുത്ത് ഒരു ഡിസ്കഷന് പോയായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇത് മമ്മൂക്കയിലോട്ട് എത്തേണ്ട ഒരു സാധനം ആണെന്നൊരു അഭിപ്രായം പുള്ളിയും കൂടെ പങ്കുവെച്ചു. അങ്ങനെയാണ് നമ്മൾ ആൻഡ്രോ ചേട്ടൻ ത്രൂ ആണ് അങ്ങനെ മമ്മൂക്കയിലോട്ട് എത്തുന്നതും ഇതൊന്ന് പിച്ച് ചെയ്ത് നോക്കുന്നതും. അങ്ങനെ ആ സബ്ജക്റ്റിൽ ഇപ്പം നമ്മൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. കാരണം അത് കറക്റ്റ് ആവണമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ അതേ ആത്മവിശ്വാസം മമ്മൂക്കയ്ക്കും തോന്നിയോണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അപ്പോൾ അതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് പോലെ ആയിരുന്നു. പിന്നെ കുറച്ച് നാളും അദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ടൊന്ന് കാത്തിരുന്നിട്ടാണ് പരിപാടി തുടങ്ങിയത്.
അപ്പം ഒരു സമയത്ത് സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്നത് റിയലിസ്റ്റിക് ആയിട്ട് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നത് അത് ഇതിൻ്റെ പിന്നെ പ്രോജക്റ്റ്, അതായത് ഷൂട്ട് ചെയ്യാമെന്ന് ഒരു അതായത് നമ്മൾ പ്രോജക്റ്റ് അദ്ദേഹം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞിട്ടാണ് അത് എപ്പോഴാണ് ഷൂട്ട് തുടങ്ങാമെന്നൊരു തീരുമാനത്തിലോട്ട് എത്തി കുറച്ചും കൂടെ പ്രോജക്റ്റ് ലൈവ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ലൈവായി അതിൻ്റെ ആദ്യത്തെ ചർച്ചകളും പരിപാടികളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് മമ്മൂട്ടി കമ്പനി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊരു തീരുമാനം നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പം കുറച്ചും കൂടെ സന്തോഷം തോന്നി. പിന്നെ അത് വളരെ നല്ല അനുഭവമായിരുന്നു. അതായത് മമ്മൂട്ടി കമ്പനിയുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്കിപ്പം ത്രൂ ഔട്ട് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഷൂട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നമ്മൾ അഡീഷണലി വേണം എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും അവർ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ എന്ത് വേണോ അത് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് വളരെ നല്ല സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അതെ 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 അതെ. അത് നമുക്ക് എന്തായാലും ആ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിന് ഒരു ഹിസ്റ്ററിയും ഉണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയുടെ പുറത്ത് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് അവർ ചെയ്ത പടങ്ങളുടെ ഇതിൽ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുണ്ട്. ബട്ട് അഡീഷണലി ലോജിസ്റ്റിക് വൈസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതും വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കളങ്കാവൽ എന്നുള്ള പേര്, ഇപ്പൊ എനിക്കൊന്നും ആ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിത് എന്താണ്, പ്രത്യേകിച്ചും ആ ഒരു ഫോണ്ടിൽ അത് എഴുതിയപ്പോൾ നമ്മൾ കളങ്കാവൽ ഇതെന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി കൂട്ടുമായിരുന്നു. പിന്നെ സെർച്ച് ചെയ്തപ്പോഴേക്കും പോസ്റ്റുകൾ വരും, ഈ പറഞ്ഞ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഉത്സവന്നൊക്കെ വരുന്നു. ഈ പേര് എഴുതുന്ന കൂട്ടത്തിൽ ആലോചിച്ചാണോ അതോ മമ്മൂക്കയൊക്കെ ഇന്നായ ശേഷമാണോ? ഇത് നമ്മൾ എഴുതുന്ന കൂട്ടത്തിൽ നമ്മളൊരു ഈ പേരിലോട്ട് ലാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് പൂർണ്ണമായിട്ടും തൃപ്തി തരുന്ന ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 2-3 ടൈറ്റിൽസ് ഇങ്ങനെ ചൂസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഫോർവേഡ് ചെയ്യാവുന്ന ഒരു തോട്ടിലാണ് ഇരുന്നത്. അതിലൊന്നും പക്ഷേ അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഫോണിൽ ഞാനും ഇങ്ങനെ ജിഷ്ണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കളങ്കാവലിനെ പറ്റി അത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയല്ല, അല്ലാതെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കളങ്കാവലിനെ പറ്റി ഒരു സംസാരം ഉണ്ടായത്. അപ്പോൾ ഈ തിരുവനന്തപുരം മാത്രമല്ല, ദക്ഷിണ തിരുവിതാംകൂറിൽ, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായ ചില സ്ഥലങ്ങളിലുമൊക്കെ ഈ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ കാളിയൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റിച്വലാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം, പിന്നെ ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. അപ്പം അതും പിന്നെ മാത്രമല്ല നമ്മുടെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു 2 കൾച്ചറിനെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവെൻ ചെയ്തു പോകുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നന്മ തിന്മ എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. അതിവിടെ ഈ പടം പിന്നെ സഞ്ചരിക്കുന്ന ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തെ ചില സ്ഥലങ്ങളും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ആ ഒരു മിക്സപ്പിനെ കൂടി നമുക്കൊന്ന് അഭിമുഖീകരിക്കാൻ ഈ ടൈറ്റിലൂടെ പറ്റുമെന്ന് തോന്നി. കാരണം കളങ്കാവൽ എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിലും തമിഴിലും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ് കൺവേ ആകുന്നത്. പിന്നെ ഈ പറയുന്ന ഈ കളങ്കാവൽ എന്ന് പറയുന്ന റിച്വലും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിലോട്ട് ലാൻഡ് ചെയ്തത്. അപ്പം നമുക്കടുത്തും ഇതുപോലെ ടൈറ്റിലിൻ്റെ പേരിൽ നമ്മൾ പല ടൈറ്റിൽസും ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടൈറ്റിൽ ഇതാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം അതപ്പം തന്നെ അത് ഓക്കെ പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതൊരു കൂട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ? കാരണം ആർക്കും ഇപ്പം തിരുവനന്തപുരം ജില്ലയുടെ ഉള്ള ഒരു സാധനമാണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയണമെന്നില്ലാത്തൊരു ടൈറ്റിലാണിത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും മെജോറിറ്റി അതിൽ ഓക്കെ ആയിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെയാണ് അത് ഇട്ടത്. പിന്നെ ഇട്ട് കഴിഞ്ഞ ഉടനെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഒരു പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ ഒരു പൊതുബോധം എപ്പോഴും സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത് ഇവോൾവ് ചെയ്യുന്നതും എല്ലാം സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ആയിട്ടാണ്. അപ്പം ആ ഒരു നമ്മളിത് അനൗൺസ് ചെയ്ത് അധികം താമസിയാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പരിപാടികളൊക്കെ കുറേ പോസ്റ്റുകളൊക്കെ വന്നായിരുന്നു. അത് അത്യാവശ്യം പോപ്പുലർ ആയതുകൊണ്ട്
ആൾക്കാർക്കും അത് കണക്റ്റായി എന്താണ് സംഗതി എന്നുള്ളത്. ഇപ്പം നമുക്കൊക്കെ അത് ഉടനെ തന്നെ ആ ഒരു ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് പലയിടത്തും വരാം. വന്നു അത് അത്യാവശ്യം ജനകീയമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന ചില കാര്യങ്ങൾ ഒഴിവായി കിട്ടി, അത് ആൾക്കാരിലോട്ട് എത്തി. ആ ഫോണിൻ്റെ ആലോചിക്കുന്നത് എങ്ങനെ പോസ്റ്റർ ഡിസൈനിൽ ഫോണിൻ്റെ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പടത്തിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്, അതിൻ്റെ ഒരു ജോണറും അതിനപ്പുറം അതിനകത്ത് സ്ക്രിപ്റ്റ് പോകുന്ന ചില സ്വാഭാവികമായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ടൈറ്റിൽ ഡിസൈൻ ചെയ്തത് ആഷിഫ് എന്ന് പറഞ്ഞ, അപ്പം അവൻ്റെ ആദ്യത്തെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് അവന് ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവനുമായിട്ട് സംസാരിച്ച് നമ്മൾ എന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേനും അവൻ തന്നെ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് അത്. നമ്മുടെ സിനിമയായിട്ട് ഒരു രീതിയിൽ അത് കണക്റ്റ് ആവുന്നുണ്ട്. അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത്, ആ കിട്ടുന്ന സംഗതി സിനിമയായിട്ട് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് അതിലോട്ട് ലാൻഡ് ചെയ്തത്. അപ്പം ഇത്തരം ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ വരുന്ന സിനിമകൾക്ക് അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു ഉത്സവം ഇതിന്റെ ഭാഗമായി ഇപ്പൊ വേല ഒക്കെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ കളങ്കാവൽ അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു പേര് എടുത്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് ഡയറക്റ്റ്ലി കൾച്ചറൽ സ്പേസിനെ അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ആവാം. ചിലപ്പോൾ ഒരു ബന്ധം ഇല്ലെന്ന് വരാം, ചിലപ്പോൾ അതിന്റെ പുറകിലുള്ള ഐതിഹ്യം മാത്രമായിരിക്കും ഇതുമായിട്ട് ബന്ധം, ചിലപ്പോൾ അതൊരു സിമിലി മാത്രമായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പല സാധ്യതകളുണ്ട്. അതിപ്പം സിനിമ കാണുമ്പോഴേ അതിന്റെ ഇതെല്ലാം സാധ്യതകളാണ്. ഇതിലേതെങ്കിലും സാധ്യതകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും ചൂസ് ചെയ്യുക. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സിഗരറ്റ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന മമ്മൂക്ക എന്നുള്ളത് തന്നെ അത്രയും സ്വീകരിച്ച ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആയതായിരുന്നു. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഫസ്റ്റ് ലുക്ക് ആക്കി ഇറക്കാമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ തീരുമാനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെപ്പോഴാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ടിങ് പ്രോസസ്സ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ നമ്മളൊരു ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ലുക്ക് പുറത്ത് വിടാമെന്നുള്ള ഒരു ചർച്ചയും തീരുമാനം എടുക്കുന്നതും അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയതും. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഏത് ഫസ്റ്റ് ലുക്ക് ഏത് വിടണമെന്ന് അതിന് മുന്നേ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ചില സ്റ്റിൽസും പരിപാടികളൊക്കെ ഫസ്റ്റ് ലുക്കായിട്ട് വിടാമെന്ന് ഇങ്ങനെ തീരുമാനിച്ച് സെലക്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഈ വിടേണ്ട സമയത്തിൻ്റെ ആ ഒരു സമയത്തുണ്ടാകുന്ന ചർച്ചകളുടെയും ഭാഗമായിട്ട് പിന്നെയും വേറെ ഓപ്ഷൻസ് ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു. അങ്ങനെ തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് പോയാൽ നല്ലതായിരിക്കുമെന്ന് ഒരു തോന്നലുണ്ടായി. കാരണം ഇത് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധനം കൺവേ ആകും ഇത് വിട്ട് കഴിഞ്ഞാൽ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് അങ്ങനെ തന്നെയായി സംഭവിച്ചത്. അതെ, അത് നമ്മൾ എനിക്കൊന്ന് വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഒരു റീച്ച് ചെയ്യാൻ കിട്ടിയ. സെക്കൻഡ് ലുക്കും അതുപോലെ തന്നെ. സെക്കൻഡ് ലുക്കിൽ ഒരു പ്രത്യേക ഒരു സ്മൈലാണ്. അതെ, അതും അത്രയും ഷാർപ്പായിട്ട് തന്നെ. അതെ, എന്തായാലും അതിനകത്ത് വരുന്ന ഭാവങ്ങൾ എപ്പോഴും ആ കഥാപാത്രമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒന്നാണ്. ഏതൊരു ജോണറിലാണ്? ക്രൈം ഡ്രാമയാണോ? ഇത് ബേസിക്കലി ഒരു ക്രൈം ഡ്രാമയുടെയും ക്രൈം ത്രില്ലറിൻ്റെ ഒക്കെ എലമെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത് മെയിനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ വീഡിയോസ് വരുന്നുണ്ട്. അതിൽ പറഞ്ഞത് സൈനൈഡ് മോഹനന്റെ കഥ ആണ് എന്ന് പറയുന്നുണ്ട്. എന്താ അതിൽ പറയാനുള്ളത്? അല്ല, ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇപ്പം പിന്നെ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു അനൗൺസ്മെന്റിന്റെ സമയം തൊട്ട് തന്നെ ഒരുപാട് സ്പെക്കുലേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് മറ്റാണ് മറിച്ചാണ് പറഞ്ഞിട്ട്. നമ്മൾ ഒഫീഷ്യലി ഇതൊന്നും ഇതുവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം പലതും പിന്നെ ഇങ്ങനെ വരുന്നതാണ്. അതിനകത്ത് ആധികാരികമായിട്ടൊരു സോഴ്സിൽ നിന്ന് വരുന്നതല്ല ഇതിൽ പലതും. അതിൽ ചിലതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ കൂടുതലും നമ്മൾ ആഗ്രഹിക്കാത്തതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചർച്ചയിൽ പോകുന്നത്. ഇത് ഈ പടത്തെപ്പറ്റി പറയുവാണെങ്കിൽ പിന്നെ ശരിക്കും നടന്നിട്ടുള്ള ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇടുന്ന സമയത്ത് പ്രചോദനമായിട്ടുണ്ട്. ഇനി ഇതൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ ഡോക്യുമെൻറ്റേഷൻ അല്ല, ഇത് ബേസിക്കലി ഇറ്റ്സ് എ ഫിക്ഷൻ. പക്ഷേ ഈ പറയുന്ന പോലെ ഹെവിലി ഇൻസ്പയർഡ് ഫ്രം സം നടന്നിട്ടുള്ള കുറേ സംഭവങ്ങളിൽ നിന്ന് നല്ലപോലെ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കുറിപ്പ് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, കുറിപ്പിലും ഇതുപോലെ തന്നെ അത്യാവശ്യം ഫിക്ഷൻ ഉണ്ട്. പക്ഷെ അത് പിന്നെ കുറെ കൂടെ അത് നമുക്കറിയാം അതെന്താണ് അതിൻ്റെ സംഗതി എന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെ പടം കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെ ഒരു സംഗതി. ഇത് മമ്മൂക്കാന് നമ്മളിപ്പോൾ ഇതെല്ലാം കമ്മിറ്റ് ചെയ്തു, ശരിയാണ്, മമ്മൂട്ടി കമ്പനി ചെയ്യുന്നു. ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ മമ്മൂക്ക ക്യാമറയ്ക്ക് മുന്നിലും ചേട്ടൻ പിന്നിലും നിൽക്കുന്ന ആ മൊമെന്റ് എങ്ങനെയാ ഓർത്തെടുക്കണേ? ഫസ്റ്റ് പിന്നെ എനിക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പം ഞാൻ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ നടന്മാരും അവരുടെ രീതികളൊക്കെ
വ്യത്യസ്തമായിരിക്കും, ഓരോ രീതിയിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മമ്മൂക്കയുടെ നമുക്ക് ഒരു തവണ വർക്ക് ചെയ്തതിൻ്റെ ഒരു അനുഭവം പരിചയം ഉള്ളിൽ കിടപ്പുണ്ട് ഒന്ന്. പിന്നെ രണ്ടാമത് ഇപ്പം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പക്ഷേ അതുപോലെ തന്നെ ടെക്നിക്കലി അത് അത്രയും നോളജുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. ഇത്രയും നാളും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്ക് കിടപ്പുണ്ട്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം ധാരണ ഉള്ള ഒരാളാണ്. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നൊരു ബോധ്യം ഉള്ളിലുണ്ട്. എന്നാലും നമുക്കറിയാം, നമുക്ക് മമ്മൂക്കെ പോലെ ഒരു ലെജൻഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിന് അത് തരുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിപ്പോൾ എങ്ങനെയായിരിക്കും, എന്തെങ്കിലും നമ്മൾ പിന്നെ അബദ്ധം കാണിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല എന്നൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഷൂട്ട് തുടങ്ങി എനിക്ക് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് പോയി. ആ രീതിയിലാണ് അദ്ദേഹം കോപ്പറേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. അതിന് നമ്മുടെ ഭാഗത്ത് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ സ്മൂത്തായിട്ടാണ് പോയത്. വേറെ നമുക്കങ്ങനെ ടെൻഷൻ അടിക്കുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളൊന്നും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പ്രോസസ്സ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടും പല കാരണങ്ങളാലും ഒരു ഹൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദി പ്രോസസ്സ്. പൊതുവേ നമ്മളിപ്പോൾ ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് സീനിയർ ഡയറക്ടേഴ്സിന് കൂടുതലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു സീനിയർ ആക്ടറെ എന്താ നമുക്ക് ലെസൺ എന്ന് പറയാനുള്ളത്? ഒരു സീനിയർ ആക്ടർ നമ്മളെന്ന ഡയറക്ടറെ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ ഇത്രയും ഒരു സ്ക്രിപ്റ്റ് ഫുൾ സ്ക്രീൻ പ്ലേ ആയിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സ് ഇപ്പം ഇതൊരു കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ഓരോ ഡിസ്കഷൻസിലും ഒരുപാട് ആൾക്കാരുടെ ഇൻപുട്സ് വരും. അതനുസരിച്ച് സ്ക്രീൻ പ്ലേയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ, ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇതൊക്കെ ചെയ്യാം. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ കാണും. അതെല്ലാം നമുക്കിപ്പം ഇതിനകത്താണെങ്കിൽ പിന്നെ മമ്മൂക്കയുണ്ട്, അതുപോലെ തന്നെ വിനായകൻ ചേട്ടനും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് പ്രോസസ്സിൽ ഇത് ചെയ്യുന്നത്. കാരണം വേറെ നമുക്ക് പല നടന്മാരുടെയും കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവർ ഡിഫറൻ്റ് ആണ്. പക്ഷെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓരോ സീനിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റേതായ സംശയങ്ങൾ അവർക്ക് ഒരുപാടുണ്ടാവും. വിനായകൻ ചേട്ടനും ഉണ്ട്. എന്നിട്ട് അവർ ആ രീതിയിൽ ഒരു ഓർഗാനിക്കലി ഇവോൾവ് ആയി വരുന്ന രീതിയിലാണ് അവർ ആ പ്രോസസ്സിനെ സമീപിക്കുന്നത്. അപ്പം അത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ അതിനകത്ത് പലപ്പോഴും ഉണ്ടാകും. അത് വളരെ അപ്പം അവർ പറയുന്ന സംശയങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾക്കും നമുക്ക് കൃത്യമായ മറുപടിയും നമുക്ക് കൃത്യമായ അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കും ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര ഒരു രസമുള്ള പ്രോസസ്സായിരുന്നു. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർ അങ്ങനെ ആയിരുന്നു. ചിലപ്പോൾ ചിലർ വന്നിട്ട് അവരുടെ പരിപാടി ചെയ്തിട്ട് പോകുന്നവരും ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ ഒരു സഹകരണം നമുക്ക് കിട്ടി. അത് ത്രൂ ഔട്ട് പ്രോസസ്സിങ്ങിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മമ്മൂക്കയാണെങ്കിൽ അപ്പുറത്ത് ആര് എന്നുള്ളത് അത്രയും വലിയൊരു ചോദ്യം തന്നെയാണല്ലോ. നമുക്ക് ആലോചിക്കുമ്പോൾ ആരെ വേണം എന്നുള്ളതിൽ പല ഓപ്ഷൻസ് വരാം. ഈ വിനായകൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതും പിന്നീട് ഈ മമ്മൂക്ക വിനായകൻ കോംബോ വർക്കായി വരുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഇതിപ്പം അങ്ങനെ ഇപ്പം ഞാൻ പേഴ്സണലി അങ്ങനെ മമ്മൂക്ക ഇവിടെ നിൽക്കുന്നു, അതിന് അപ്പുറത്തൊരാൾ എന്ന രീതിയിൽ ചിന്തിച്ചിട്ടില്ല. മമ്മൂക്ക ഒരു കഥാപാത്രം ചെയ്യുന്നു, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം വിനായകൻ ചേട്ടൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ സമീപിച്ചത്. ആദ്യമേ എന്ന് പറയുമ്പോൾ ഇതിൽ പിന്നെ ഇത് ഒബ്വിയസ്ലി മമ്മൂക്കടുത്താണ് പോയി പ്രോജക്റ്റ് എങ്ങനെയാണ് ഇതാണ്. അപ്പോഴത്തേനും പിന്നെ വേറെ ഒരുപാട് പ്രോജക്ട്സുകൾ അദ്ദേഹത്തിന് പൈപ്പ് ലൈനിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലാണ് ഈ പ്രോജക്റ്റ് ഇന്ന സമയത്ത് ചെയ്യാമെന്നൊരു തീരുമാനത്തിലോട്ട് എത്തുന്നതും. അപ്പോൾ നമ്മൾ മുൻപേ വേറെയും ചില നടന്മാരായിരുന്നു ഈ പറഞ്ഞ മറ്റേ റോൾ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലുണ്ടായിരുന്നതും അതൊക്കെ. പക്ഷെ നമുക്ക് പിന്നെ ഈ ഷൂട്ടിൻ്റെ കറക്റ്റ് സമയത്തിന് നമുക്ക് ആൾക്കാരുടെ അവൈലബിലിറ്റി എല്ലാം ഇത് നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആരിലോട്ട് ഇത് ലാൻഡ് ചെയ്യാമെന്ന് പല രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കുന്നതിൻ്റെ സമയത്ത് എൻ്റെ നമ്മുടെ അസോസിയേറ്റ് ആഷിക്കും ഇതുപോലെ വിനായകൻ ചേട്ടൻ്റെ കാര്യം ഇടയ്ക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആണ് ആൻഡോ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ മമ്മൂക്ക പറഞ്ഞു എന്ന് പറഞ്ഞു, വിനായകൻ ചേട്ടനാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള തരത്തിലുള്ള കഥാപാത്രമല്ല, കുറച്ച് ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ടെക്സ്ചർ വരുമെന്ന് നമുക്കും ഇങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ അദ്ദേഹം ആ സമയത്ത് നമുക്ക് ആ സമയത്തിൽ ഈ സമയത്ത് അങ്ങനെയാണ് പിന്നെ നമ്മുടെ മറ്റു ഭാഷകളിലും പോയി വളരെ വലിയ വിജയങ്ങളൊക്കെ നേടി അങ്ങനെ തിരക്കായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാലും നമ്മൾ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാണ്, നമ്മുടെ മിഥുൻ ചേട്ടനൊക്കെ വഴിയാണ് പോയത്. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും താല്പര്യം ഉണ്ടായി ചെയ്യാമെന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിനും കൂടെ താല്പര്യം ഉണ്ടായപ്പോഴാണ് ഒഫീഷ്യലി അദ്ദേഹം കൂടെ പ്രോജക്റ്റിലോട്ട് വരുന്നത്. പുറത്തുനിന്നുള്ള മലയാളത്തിന് പുറത്തുനിന്നുള്ള നടന്മാരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റോളിലേക്ക്? ഇല്ല. അത് ചിലർ അങ്ങനെ സജഷൻസ് പറഞ്ഞിരുന്നു. കൾച്ചറൽ അല്ല, ബട്ട് ഈ ക്യാരക്ടറൈസ് നമ്മുടെ ഈ ക്യാരക്ടർ മലയാളി ആയിട്ടുള്ള ആൾ ചെയ്യേണ്ട ക്യാരക്ടറാണ് അതിൻ്റെ. അതങ്ങനെ അങ്ങനെ ചില ചിന്തകൾ വന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടറിനെ റീഡിസൈൻ ചെയ്ത് വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അങ്ങനെ റൂട്ടൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകേണ്ടി വന്നില്ല ഭാഗ്യത്തിന്. ഇതാണ് ബെറ്റർ ഓപ്ഷൻ. എന്താ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു, ട്രാവൽ ഉണ്ടായിരുന്നു, വലിയ ട്രാവൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്? എഴുത്തിൽ അങ്ങനെ ഭീകരമായ ട്രാവലിലോട്ടോ റിസർച്ച് നമുക്ക്, അതായത് നമുക്ക് ഓൺലൈനിൽ നിന്നും മറ്റും ഓൺലൈനിൽ നിന്നും അതുപോലെയുള്ള മീഡിയാസിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസാണ് നമ്മൾ കൂടുതലും ഇൻപുട്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ബേസിക്കലി ഇതൊരു ഫിക്ഷനാണ്. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ കിടക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടേണ്ടത് കൂടുതലും നമ്മൾ ഓൺലൈനിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ട്രൂ ഇവൻസിൽ ഫിക്ഷൻ കലർത്തുമ്പോഴുള്ളൊരു റെസ്പോൺസിബിലിറ്റി കൂടുതലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ. അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? അതിലങ്ങനെ ഇത് ബേസിക്കലി ചില ട്രൂ ഇവൻസിലെ ചില എലമെൻറ്റ്സ് എടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. ആ ട്രൂ ഇവൻറ്റിനെ അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൽ അങ്ങോട്ട് കോൺഷ്യസ് ആയിട്ട് അതിൽ വലുതായിട്ട് ബോധേഡ് ആയിട്ടില്ല. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇപ്പം അത് ട്രൂവൻസ് പലതും നമുക്ക് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം. ഇതിന് നമുക്ക് പ്രചോദനം തന്ന ട്രൂ ഇവൻസും പലതവണ നമ്മൾ ചർച്ചകൾ ചെയ്തപ്പെടുന്നു. എനിക്ക് പേഴ്സണലി അതിനകത്ത് ഇത് ട്രൂ ഇവൻ്റാണ്. ട്രൂ ഇവൻറ്റിൽ അതിൻ്റേതായിട്ടുള്ള സിനിമാറ്റിക് എലമെൻറ്റ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊരു സിനിമയായിട്ട് ചെയ്യാൻ മാത്രം ഒരു എക്സൈറ്റിംഗ് എലമെൻ്റ് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഞാനും ജിഷ്ണുവും വേറെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ പല ഡിസ്കഷൻസ് നടക്കുമ്പോൾ കിട്ടിയ ചില ഇൻപുട്സിൽ നിന്ന് ആണ് ഇതിനൊരു സിനിമാറ്റിക് വേറൊരു ആംഗിൾ കിട്ടുകയും ആ ആംഗിളിൽ കൂടെ ചിന്തിക്കുമ്പോഴത്തേനും അതിനകത്തൊരു സിനിമാറ്റിക്, അതായത് എനിക്ക് പേഴ്സണലി ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു സിനിമാറ്റിക് ഫോം അതിനകത്തുണ്ടെന്ന് തോന്നലുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിച്ചുള്ളൂ. അത് ട്രൂവൻസ് ആണ് എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പറ്റി അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. കാരണം ഇതൊരു ഫിക്ഷനാണ്. ഇറ്റ്സ് നോട്ട് എ ട്രൂ എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തുള്ളൂ. അത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സിനിമാറ്റിക് ഫോമിലോട്ട് എങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ മാത്രമേ ചിന്തിച്ചുള്ളൂ. ഈ കുറിപ്പ് ചെയ്ത സമയത്ത് മമ്മൂക്ക എന്താ പറഞ്ഞിട്ടില്ല? ആ സമയത്ത് മമ്മൂക്കായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു? ഇല്ലില്ല, ആ സമയത്ത് മീൻസ് ഉണ്ട്. അതിനെപ്പറ്റി അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി സാറിന് അറിയാം കുറിപ്പ് നീ അങ്ങനെ പറഞ്ഞ നീ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കേണ്ട എഴുത്തുകളിൽ ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ ഒരു അല്ല, അത് ഞാൻ അതിനകത്ത് മീൻസ് ഒരു 2-3 റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരാൾ മാത്രമായിരുന്നു. അപ്പം ഇത് അതെ. അപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ നമ്മൾ അതെ. അപ്പം ഇതിന്റെ പുറത്തുള്ള ചർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ കാണാത്ത മമ്മൂക്കയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഒരുപാട് എഴുത്തുകളും ഒക്കെ. ഇതുവരെ കാണാത്ത മമ്മൂക്ക നമുക്കറിയാം. അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും നമ്പർ ഓഫ് സിനിമേഴ്സിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പം നമുക്കറിയാം ഒരു കുറച്ച് കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ചരിത്രവും യാഥാർത്ഥ്യവും അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറേ പെർഫോമൻസുകൾ അദ്ദേഹം തുടരെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലൂടെയാണ് ഇപ്പം കടന്നു പോകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു
ഒരു തുടർച്ച ഇതിനകത്തും വരുമെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഒരു ഏതോ ഒരു ചാനൽ ഇൻട്രസ്റ്റിംഗ് ആയി ഇങ്ങനെ കാണിച്ചതായിരുന്നു. വിധേയനും അത് ഭ്രമയോഗവും പല്ലേരി മാണിക്യവും കഴിഞ്ഞ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ബ്രിട്ടാ സാറിൻ്റെ ഒരു സംസാരം ചർച്ചയായിരുന്നു. കാരണം പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഒരു സ്ത്രീ പീഡനൊക്കെ ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ്. അത് അദ്ദേഹം അങ്ങനെ ജനറലി പറഞ്ഞു പോയതാണ്. അത് ഏത് സിനിമയെ പറ്റി പറഞ്ഞെന്നൊന്നും ഇതെല്ലാം കമ്പൈൻ ആയിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ അങ്ങനെ പോയതാണ്. നമുക്കതിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് പറ്റില്ല. അദ്ദേഹം ഏതോ ഒരു സിനിമയെ പറ്റി അങ്ങ് പറഞ്ഞതാണ്. പിന്നെ അത് മറ്റ് സിനിമകളായിട്ടുള്ള കമ്പാരിസൺസ് പിന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് ലുക്സും ഒരു സെക്കൻഡ് ലുക്കേ വന്നിട്ടുള്ളൂ. ആ ഫോട്ടോസ് കണ്ടിട്ട് ആരൊക്കെയും അങ്ങനെ ചെയ്യുന്നതാണ്. അതിനകത്തൊരു ആധികാരികത ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പം ഇറങ്ങാൻ പോകുന്നൊരു സിനിമയാണ്. അത് പിന്നെ അങ്ങനെ മഹത്തരമാണെന്നോ മോശമാണെന്നോ എന്നൊന്നും അതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നതിൽ അങ്ങനെ ആ താരതമ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സിനിമ ഇറങ്ങിക്കഴിയുമ്പം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു സ്ട്രെയിറ്റ് ചോദ്യം, ഒരു പക്ഷേ പറഞ്ഞ പോലെ ഇത് തന്നെയായിരിക്കും ഉത്തരം. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചോദിക്കുന്നത്, മമ്മൂക്ക പ്രൊട്ടഗോണിസ്റ്റ് ആണോ അല്ലയോ അന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതിനകത്ത് പിന്നെ പ്രൊട്ടഗോണിസ്റ്റ് ആണോ ആൻറ്റഗോണിസ്റ്റ് എന്ന് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ഇതൊരു രണ്ടുപേരുടെ കഥയാണ്. രണ്ട് പേരുടെ കഥയെന്ന് പറയാൻ പറ്റില്ല. ഷെയ്ഡ്സ് ഉള്ള അങ്ങനെ ഒരു പല ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രങ്ങളാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഒരു എന്താ പറയുക, ഒരു രണ്ട് പോയിന്റ്സ് നിർത്താതെ അതിൻ്റെ ഇടയിൽ ഒരു സ്പെക്ട്രം കാണുമല്ലോ. ആ സ്പെക്ട്രത്തിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറി കിടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. രണ്ടല്ല, കൂടുതലുണ്ട് ഞാൻ പറഞ്ഞത്. അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറിപ്പ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ കേരള ഷെഡ്യൂളിലും കേരള ഷെഡ്യൂളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അസിസ്റ്റന്റ് ടു ഡെബ്യൂ ഡയറക്ഷനിലേക്ക് വരുമ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു? അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ഷോൾഡറിലാണല്ലോ. അതെ. അത് ഇപ്പം പിന്നെ അസിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടും സ്ട്രെയിനുള്ളൊരു ജോബാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കും വരെ പണിയാണ്. അതാണ് അസിസ്റ്റന്റ് ഡയറക്ഷനിലും അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. പക്ഷെ ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പം ഒരു റിയാലിറ്റി ഉണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏത് സെറ്റിൽ പോയാലും അതിനകത്ത് അൾട്ടിമേറ്റ്ലി സിനിമയെ പറ്റി പൂർണ്ണമായും മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വളരെ വിരലുണ്ടാവുന്ന ചിലരെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടെ ജോലി, കാരണം അതേ പറ്റത്തുള്ളൂ. അതിനകത്ത് വേറെ സ്പേസ് കിട്ടത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. കാരണം അത്രയും പണി കാണും അതിനകത്ത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരു കളക്റ്റീവ് ഫേസിൽ ഇതിനെ കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള സിനിമാറ്റിക് സങ്കല്പം എന്താണോ അതിനോട് അടുത്ത് തന്നെയാണോ എല്ലാ ഔട്ട്പുട്ട്സും വരുന്നതെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഡയറക്ടറുടെ പരിപാടിയാണ്. അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഇതിനകത്തുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഓരോ ആൾക്കാരോടും സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ഇൻപുട്സ് കിട്ടും. അപ്പോൾ ഇൻപുട്സ് കിട്ടുന്നതിൽ ചില നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും, ചില കൂടുതൽ നമുക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള സിനിമാറ്റിക് സങ്കല്പത്തിനെ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി പല കാര്യങ്ങളും പല സീൻസും പല കാര്യങ്ങളും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ വലിയ രീതിയിൽ ബാധിക്കില്ലെങ്കിൽ ഇതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം എപ്പോഴും ഡയറക്ടർക്ക് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾക്ക് ബാക്കിയുള്ളവരിലോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിരന്തരം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം ഈ കമ്മ്യൂണിക്കേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റിയും പിന്നെ അധ്വാനം ഇതിനകത്തുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹൈയും ഉണ്ട്. ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അതിനകത്ത് എന്തായാലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും പാഷനോടെ നിൽക്കാൻ പറ്റുന്നത്. 10 വർഷം അല്ലേ? 10 വർഷമായി. 10 വർഷത്തോളം ആയിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കുറിപ്പ് എഴുതി അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതും പ്രോജക്റ്റ് ഓണായിട്ട് കുറച്ച് നാളായിരുന്നു. 10 വർഷം എങ്ങനെ പോയി? അത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രഗിളിംഗ് എന്നാണല്ലോ പൊതുവെ അങ്ങനെ. പക്ഷെ എനിക്ക് പിന്നെ നമുക്ക് തുടക്കത്തിൽ ഇപ്പം വീട്ടിലും അവിടെ നിന്നൊക്കെ ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു ഫീൽഡിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നു ഇല്ല. ഇപ്പം വരുന്ന കൂടുതൽ പേര് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ സിനിമയെ നമുക്കറിയാം, നമുക്ക് തന്നെ പരിചയമുള്ള ഒരു 100 കണക്കിന് പേരിങ്ങനെ ഈ ഒരു പാഷൻ്റെ പുറത്ത് പോകുന്നതാണല്ലോ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പം വീട്ടിൽ നിന്നാണെങ്കിലും പിന്നെ വൈഫാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയാണ്. ഇല്ല, അങ്ങനെ അത് റെസ്പോൺസിബിലിറ്റി ആയിട്ടൊന്നും വന്നില്ല. ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു എന്തോ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അത് കുറച്ചൊക്കെ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് വേറൊരാളിലോട്ട് ഇത് കൺവേ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള ഇത് തന്നെ
കുറച്ച് കഴിയുമ്പോഴേ അത് പ്രൂവ് ആവത്തുള്ളൂ. ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ ഇതൊരു റിയാലിറ്റിയാണ്. ഇവിടെ ഫിലിം മേക്കിങ്ങിനോട്ട് വരുന്ന ആൾക്കാരുടെ നമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. അതിൽ സക്സസ് ആകുന്നവരുടെ റേഷ്യോ കുറവാണ്. അതൊരു റിയാലിറ്റിയാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും 100% നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തങ്ങ് പോവുകയാണ്. പക്ഷെ വലിയ ഭീകരമായ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. നമുക്ക് ഒരു സിനിമയിലേക്ക് ഇപ്പം യാത്ര ചെയ്ത് എഴുതുന്നുണ്ടാവും, നമ്മുടെ ഒരു ഡെബ്യൂ ഡയറക്ഷന് വേണ്ടി നമ്മൾ ഇത്രയും വർഷം മുന്നോട്ട് പോകും. പക്ഷെ അപ്പോഴും സാമ്പത്തികമായിട്ട് നമുക്ക് സ്റ്റേബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ കടമ്പ എങ്ങനെയാണ് കിടന്നത്? സാമ്പത്തികമായിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ നമ്മളിപ്പം വല്ലപ്പോഴും അസിസ്റ്റ് ചെയ്യും, ഇതുപോലെ 2-3 സിനിമ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ഇത് പറ്റത്തില്ല. അത് ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് അങ്ങനെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഒരു പ്രശ്നമാകാത്ത രീതിയിൽ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ നമുക്കങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അങ്ങനെ ഒരു പ്രഷർ നമുക്ക് തന്നിട്ടില്ല. പിന്നെ വൈഫിൻ്റെ ഭാഗത്തുനിന്നും അവൾ സമയം വരെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അത് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് അതങ്ങനെ ഒരു പരിധിക്കപ്പുറം നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതുപോലെ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ അപ്പം എല്ലാ ഫിലിം മേക്കേഴ്സിനോട് ചോദിച്ചാലും അറിയാം, അവരുടെ എല്ലാവരുടെയും ഫ്രണ്ട് സർക്കിളിൽ സക്സസ് ആയിട്ടുള്ളവരെക്കാളും പല മടങ്ങ് ആൾക്കാർ ഇതുപോലെ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാമിലി ഉണ്ട്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരുണ്ട്. ഇത് കാരണം ഇത് വേണ്ടാന്ന് വെച്ച് വേറെ പരിപാടിക്ക് പോകുന്നവരുണ്ട്. അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പിന്നെ എനിക്കെന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഭീകരമായ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റി. ഇതില് റൈറ്റർ ജിഷ്ണു ആണ്. ജിഷ്ണുവിലേക്ക് എങ്ങനെയാ വരുന്നത്? ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതായത് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. പിന്നെ ഞാൻ ഫിലിം ഡയറക്ഷൻ എന്ന് പറഞ്ഞ് പോയി. അവന് എഴുത്ത് ആഗ്രഹമുണ്ട്. ബട്ട് അവൻ പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ കോളേജ് വെച്ച് ഉള്ള പരിചയമാണ്. എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ കുറുപ്പിലാണെങ്കിലും അതിലോട്ട് ശ്രീനാഥനെ പരിചയപ്പെടുത്തിയൊക്കെ ജിഷ്ണു വഴിയാണ്. പിന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി ആദ്യം അവനാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വേറൊരു കോമൺ ഫ്രണ്ടും ഒക്കെ ആയിട്ട് ഒരു ഡിസ്കഷനിലാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു സിനിമാറ്റിക് ആംഗിൾ ഉണ്ടെന്നൊക്കെ ഒരു സാധനം കിട്ടുന്നതും. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് പരിപാടികൾ ചെയ്തത്. മ്യൂസിക് മുജീബ് മജീദാണ്. എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറാണ്. അതുപോലെ തന്നെ ഫൈസൽ അലി ക്യാമറ. ഈ ടെക്നിക്കൽ ടീമിന് മമ്മൂട്ടി കമ്പനിയിലേക്കും വന്നതിന്റെ ശേഷമാണോ ഇത് ഫൈനൽ ചെയ്തത്? അതെ. അതായത് പ്രോജക്റ്റ് മമ്മൂട്ടി കമ്പനിയിലോട്ട് വന്നിട്ടാണ് നമ്മൾ ഇപ്പം പ്രവീൺ ചേട്ടനാണെങ്കിലും പിന്നെ കൺട്രോൾ സ്ക്വാഡും അതുപോലെയുള്ള കുറേ സിനിമകൾ ചെയ്ത്. അപ്പോൾ നമുക്കതിനകത്തൊരു ആ സൈഡിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ അങ്ങനെ ആത്മവിശ്വാസം കറക്റ്റായിരുന്നാണ് ഇതുവരെയുള്ള ഞാൻ ഹാപ്പിയാണ് അതിൽ. പിന്നെ ഫൈസലേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഓർഡിനറി തൊട്ട് പല സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹവും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് മാറ്റി വേറൊരു സിനിമാറ്റിക് അപ്രോച്ചിലാണ് ഇതിനെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ത്രൂ ഔട്ട് ഫിലിം മേക്കിംഗ് പ്രോസസ്സിലാണെങ്കിലും അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് ഇൻപുട്സ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി അത്ര ഇൻവോൾവ് ആയിട്ടാണ് ഇതിനകത്ത് ഇത് ചെയ്തത്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ആർട്ട് ചെയ്തതും പിന്നെ ഷാജി ചേട്ടൻ സ്ഥിരം മമ്മൂട്ടി കമ്പനിയുടെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഈസിനെസ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്ന്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു പല സീൻസ് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പം പല സീൻസിലും അദ്ദേഹത്തിൻ്റെ ചില സജഷൻസ് അനുസരിച്ച് നമുക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. സെറ്റപ്പുകളും പരിപാടികളും കുറച്ചും കൂടെ നമുക്കൊന്ന് തോട്ട് പ്രോസസ്സ് ഒന്ന് വൈഡാക്കാൻ അതിന് കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ നമ്മൾ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോയിരുന്നു. അപ്പോഴത്തേനും പിന്നെ എനിക്കൊന്ന് ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആ സമയത്ത് എങ്ങാണ്ടാണ് കിഷ്കിന്ദ കണ്ടൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്നും മ്യൂസിക് ഡയറക്ടർ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് അത് കണ്ടായിരുന്നു, നിങ്ങൾ മ്യൂസിക് ഡയറക്ടറെ ഫിക്സ് ചെയ്യില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു സമയത്തല്ലായിരുന്നു. പക്ഷെ എന്നാലും പോയി കണ്ടപ്പം സംഭവം വർക്കായി. അങ്ങനെയാണ് മുജീബിലോട്ട് പിന്നെ മുജീബിൻ്റെ കാര്യം പറയുന്നതും പ്രൊഡക്ഷനും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് മുജീബ് വരുന്നത്. അതും വളരെ നല്ലൊരു
തീരുമാനമായിരുന്നു എന്നാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ കഴിഞ്ഞ പടങ്ങളൊക്കെ നോക്കിയാൽ വ്യത്യസ്തമായ പടങ്ങൾ മുജീബ് മജീദ് അതെ 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 ഇപ്പോൾ രേഖാചിത്രം പോലെ അല്ലെങ്കിൽ രേഖാചിത്രമുണ്ട്, കിഷ്കിന്ധ കണ്ട്, ഇപ്പം ധീരൻ, ഇങ്ങനെ വേറെ വേറെ ജോണേഴ്സിലൂടെയാണ് അദ്ദേഹം പൊക്കോണ്ടിരിക്കുന്നത്. ഇതിലൊരു മ്യൂസിക്കിന്റെ എലമെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അതായത് പാട്ടുകളൊക്കെ ഉള്ള ഒരു അതിനെപ്പറ്റി ഒരു പരിധിക്കപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് സോങ് അങ്ങനെ പാട്ട് വരുന്നില്ല. പക്ഷെ പാട്ട് ഒറിജിനൽ സോങ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ പടത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കങ്ങനെ പാട്ടുകൾ ഒരു പരിധിക്കപ്പുറം അതിന് വേണ്ടിയിട്ട് സ്പേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പാട്ടിനൊരു സ്പേസ് ഉണ്ട്, അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു സിനിമകളുടെ ആലോചനയിൽ പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലെയുള്ള ഹീറോസ് വരുമ്പോൾ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് ഒരു സാധാരണ പ്രേക്ഷകന്റെ ആകാംക്ഷയാണല്ലോ. അങ്ങനെ ആ ഒരു ഏരിയ ഒക്കെ എങ്ങനെയാണ്? ഫൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം പറയാനായിട്ട് പരിമിതിയുണ്ട്. ക്രൈം ത്രില്ലറും ക്രൈം ഡ്രാമയുടെ സ്വഭാവമാണ് പടത്തിന്. അതില് വളരെ റൂട്ടഡ് ആയിട്ട് പോകുന്നതാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഹീറോയെ ആരാധിക്കുന്ന ആളുകളെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള? ഹീറോയെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഇത് കുറച്ച് വേറൊരു എനിക്ക് അങ്ങനെ ഒരു റിയലിസ്റ്റിക് പാറ്റേൺ കുറച്ചുകൂടെ ഫോളോ ചെയ്തിട്ടുള്ളതാണോ എന്നും പറയാൻ പറ്റില്ല. ബട്ട് കുറച്ച് മാറിയൊരു പരിപാടിയാണിത്. പക്ഷേ ഒരു 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 കൈൻഡ് ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇത് തരും. അതങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പരീക്ഷണ സ്വഭാവം, പരീക്ഷണം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു സിനിമാറ്റിക് പിന്നെ സങ്കല്പം ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ പുറത്താണല്ലോ നമ്മൾ ഇറങ്ങിത്തരുന്നത്. അതിലോട്ട് ഏകദേശം എത്താൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 1-2 വർഷം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരും ടേസ്റ്റുകളും മാറുന്നതാണല്ലോ. അപ്പം നമുക്ക് കഴിഞ്ഞ മാസം ഇറങ്ങി വെച്ച് പോലും ഈ മാസം ഒരു പടം ഇറങ്ങും എങ്ങനെയാണെന്ന് അറിയില്ല. അതിനെ ജഡ്ജ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഈ പടത്തിന്റെ ഭാഗമായ ട്രാവൽ തുടങ്ങിയ അത് പിന്നെ ഇപ്പം അത് ഒരു റിയാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് ഒരു കൗണ്ടർ റിയാലിറ്റി ഉണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പം കാണുന്ന എല്ലാ സിനിമകളും 2-3 വർഷം മുന്നേ തുടങ്ങി വെച്ച് അല്ലെങ്കിൽ ഒരു കുറേ കാലം മുന്നേ ഷൂട്ട് കഴിഞ്ഞതൊക്കെ ആയിരിക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങി ഒരാളോട് പിച്ച് ചെയ്ത് പടം ഓണാകുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് ഈ ഇൻപുട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളും ഇതിൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കുറിച്ച് നമ്മളും ഒരു ബോധ്യം ഫിലിം മേക്കേഴ്സിന് ബേസിക്കലി ഉണ്ടാകേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിനെ നമ്മുടെ കയ്യിലുള്ള പരിപാടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്താൻ പോസിബിൾ ആണെങ്കിൽ അത് ചെയ്യാം എന്നേ ഉള്ളൂ. അതിലപ്പുറം അതിനെക്കുറിച്ച് ബോധേഡ് ചെയ്യാൻ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര ഒരു മിനിമം ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ളതാണ് എന്നുള്ള ഒരു ഇതിൽ തന്നെ വേണം ചെയ്യാൻ. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇതിൽ. ഇല്ല, എന്തായാലും നമ്മുടെ മൈൻഡിൽ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഇപ്പോഴത്തെ സെൻസിബിലിറ്റീസിലായിരിക്കും ആ ഒരു ഔട്ട് വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അത്. പക്ഷെ അത് സിനിമ എന്തായാലും 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു നാച്ചുറൽ ഫ്ലോയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം ബോധേഡായതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മമ്മൂക്ക എങ്ങനെയാണ് ഈ ഓഡിയൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രേക്ഷകരെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ടോ പുള്ളിയുടെ ഭാഗത്ത് നിന്ന്? പുള്ളിയുടെ ഭാഗത്ത് പിന്നെ നമ്മൾ കൂടുതലും ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴും പല കാര്യങ്ങളെപ്പറ്റി, അതായത് അദ്ദേഹം ചുറ്റും നടക്കുന്ന മിക്കവാറും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അവെയറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലും ഒക്കെ പ്രതിഫലിക്കും എന്നാണല്ലോ. അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ സ്വഭാവം. അതാണിപ്പം കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഒരു പുതുമുഖ സംവിധായകന് മമ്മൂക്കയെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, മമ്മൂട്ടി കമ്പനിയെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം? എനിക്ക് തോന്നുന്നു ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു സിനിമ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സിനിമ, അതിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അത് കറക്റ്റുമായിരിക്കണം. അത് ജഡ്ജ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്വയം ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്ന സിനിമ എന്താണ്. ഇപ്പോൾ നമ്മളൊരു വെറുതെ സ്ക്രിപ്റ്റ് പറഞ്ഞു പോവുക എന്നതിനപ്പുറത്ത് ഒരു ഓഡിയോ, വിഷ്വൽ, മ്യൂസിക് എല്ലാം കൂടെ ചേർന്ന് വരുന്ന എല്ലാം നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കളക്റ്റീവ് ഫോമാണല്ലോ സിനിമ. ഇതെല്ലാം കൂടെ ചേർന്നായിരിക്കും ഫൈനൽ സിനിമയും വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള സിനിമാ സങ്കല്പത്തിനെ പ്രസൻറ്റ് ചെയ്യാനും
പറ്റണം. എന്നെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു കുറച്ച് ഒരു വലിയൊരു കടമ്പയാണത്. അപ്പോൾ അത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റണം. പിന്നെ പറ്റുന്ന സാധനം അദ്ദേഹത്തിനും ചെയ്യണമെന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുകയും കൂടെ വേണം. ഇത് രണ്ടും കൂടെയാണ് സംഭവിക്കേണ്ടത്. അങ്ങോട്ട് എത്തിച്ചേരുന്നത് ഇപ്പം നമ്മൾ വന്നത് ഞാനെനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. വിവേകേട്ടൻ ത്രൂ ആൻഡോ ചേട്ടൻ വഴി അങ്ങനെയാണ് പോയത്. പിന്നെ നമുക്ക് ഒരാളും പോയ വഴി കൂടെ സിനിമയിൽ പോകാൻ പറ്റില്ല. അത് ഇപ്പം നമ്മൾ 100 ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേര് 100 വഴി കൂടെ ആയിരിക്കും പോകുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പറ്റുന്ന, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഇൻപുട്സ് എടുക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് സിനിമയുടെ പരിപാടി. ഒരാളും പോയ വഴി കൂടെ ഒരാൾ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഏത് സമയം റിലീസാവും എന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത്. തീരുമാനമായിട്ടുണ്ടോ? ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് പക്ക ഫിനിഷ് ആയിട്ടില്ല. എന്നാൽ ഏതാണ്ട് അവസാന സ്റ്റേജിലാണ്. അധികം താമസിക്കത്തില്ല. എന്തായാലും ഒരു തീരുമാനവും അധികം താമസിക്കാതെ തന്നെ വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും ഇന്ന സമയമാണെന്നുള്ള തീരുമാനം എന്തായാലും വന്നിട്ടില്ല. അതെന്തായാലും നമ്മൾ ഒഫീഷ്യലി ഇത് ചെയ്യും. അപ്പോൾ മുന്നോട്ടുള്ള പ്രോജക്റ്റുകളെ പറ്റിയുള്ള ആലോചന തുടങ്ങിയോ? മുന്നോട്ട് അല്ല, ഇപ്പം ഇത് തന്നെയാണ്. വേറെ ചില ആലോചനകളുണ്ട്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഇതിലല്ല. ഇത് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ഞങ്ങളും റിലീസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ശേഷം വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.